സ്പെയിനിലെ വെളുത്ത ജേഴ്സി അണിഞ്ഞ് ബെർണാബ്യൂവിന്റെ മണ്ണിലേക്ക് അദ്ദേഹം കാലെടുത്തു വെക്കുമ്പോൾ അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷെ തുടക്കത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഗാരറ്റ് ബെയിലിനും പിന്നിൽ ഒരു നിശബ്ദ പോരാളിയായി അദ്ദേഹത്തിന് നിലകൊള്ളേണ്ടി വന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഗോളുകൾ ഒരുക്കി, പ്രതിരോധ നിരയെ ആശയക്കുഴപ്പത്തിലാക്കി ഒരു ടീം പ്ലെയർ എന്ന നിലയിൽ മാഡ്രിഡിന്റെ ഹൃദയമിടിപ്പായി മാറി. എന്നാൽ കാലം മാറി. CR7 മാഡ്രിഡ് വിട്ടതോടെ ബെൻസേമ മാഡ്രിഡിന്റെ പുത്രനായി മാറി. പിന്നീട് കണ്ടത് ഫുട്ബോൾ ലോകം ഇന്നുവരെ കാണാത്ത ഒരു വൺമാൻ ഷോ ആയിരുന്നു. പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന വീനു പോലെ ബെൻസേമ ആളിപ്പടർന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൌട്ട് പോരാട്ടങ്ങളിൽ PSG-യെയും ചെൽസിയെയും ഹാട്രിക്കുകൾ കൊണ്ട് അദ്ദേഹം തകർത്തെറിഞ്ഞു. ആ സമയത്ത് ലോകം പോലും സ്തംഭിച്ചു നിന്നു. മൈതാനത്ത് കയ്യിൽ കെട്ടിയ ആ വെള്ള ബാൻഡേജ് ഒരു അടയാളമായി മാറി, വിജയത്തിന്റെ അടയാളം. ഒടുവിൽ 2022 ലോകം ഫുട്ബോളിലെ ഏറ്റവും വലിയ ബഹുമതിയായ ബാലൻഡോർ ആ കൈകളിൽ എത്തുമ്പോൾ ഫുട്ബോൾ ലോകം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ലിയോണിലെ ആ കൗമാരക്കാരൻ ഇപ്പോൾ വെറുമൊരു കളിക്കാരനല്ല, റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി മാറി. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുമായി ലോകം കീഴടക്കിയ കിങ് ബെൻസേമയായി മാറിയിരിക്കുന്നു. ലിയോണിലെ ആ കൗമാരക്കാരനിൽ നിന്ന് മാഡ്രിഡിന്റെ ഇതിഹാസത്തിലേക്കുള്ള ആ യാത്ര ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിജീവനത്തിന്റെ കഥയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്.